നമസ്കാരം, ഞാൻ ജിബിനാണ്. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. എന്നും എടുക്കുന്ന ട്രേഡുകളെല്ലാം പ്രത്യേകിച്ച് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് മന്ത്ലി എക്സ്പയറി ആണ്. അതേപോലെ തന്നെ മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ആ ഒരു ലെവലിൽ നിൽക്കുന്ന ടൈമായിരുന്നു. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ കൂടുതലും ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലെയേഴ്സ്, ബിഗ് പ്ലെയേഴ്സ് ഒക്കെ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ കൂടുതലും നമ്മുടെ സ്റ്റോക്ക് ലോസ് ഹിറ്റ് ആവാനും മാർക്കറ്റിൽ നല്ല മൊമെന്റം ഉണ്ടാകാനും ഒക്കെ ഉള്ള സാധ്യതയുള്ള സമയമാണ്. സിഇയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ 25,900 സി എന്റെ മണി ആയിരുന്ന ഒരു സ്ട്രൈക്ക് പ്രൈസ് ആയിരുന്നു 25,900. ഇപ്പൊ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ 1 അപ്പൊ നമുക്ക് ഇത്രയും പ്രീവിയസിലുള്ള ഒരു ഡേറ്റാസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ 1000ന്റെ ഗുണിതമോ അല്ലെ 1000ന്റെ ഗുണിതത്തിനോട് ചേർന്ന് നടക്കുന്ന സ്ട്രൈക്കിലൊക്കെ നമുക്ക് ഇത്രയും ലോങ് ബാക്കിലുള്ള ഡേറ്റാസ് ഒക്കെ കിട്ടുമായിരുന്നു. അപ്പൊ ഒക്ടോബർ 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഇവിടുന്ന് ഒരു മുകളിലേക്ക് ഒരു റാലി നടത്തി പോയ ഒരു ലൊക്കേഷനാണ് ഞാൻ ഈ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി സൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷൻ വ്യക്തമാവും. 79-80 രൂപ ആ ഒരു പ്രൈസ് റേഞ്ച്. മാർക്കറ്റ് അവിടുന്ന് നല്ലൊരു റാലി നടത്തി ഒരുപാട് ദിവസങ്ങളിലെ PDHകൾ പ്രീവിയസ് ഡേ ഹൈകളൊക്കെ ബ്രേക്ക് ചെയ്ത് ഒരു അപ് ട്രെൻഡ് റാലി നടത്തിയ ഒരു ലൊക്കേഷൻ അപ് ട്രെൻഡ് റാലി നടത്താൻ കാരണമായ ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്തൊരു ഏരിയ ആണ് ഈ പറഞ്ഞ ലെവൽ. അപ്പൊ ആ ലെവലിലേക്ക് മാർക്കറ്റ് ഒരു തവണ വന്ന് ടച്ച് ചെയ്തു. നവംബർ 7 അവിടെ നിന്ന് നല്ല വീണ്ടും അത്യാവശ്യം പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ എന്താണ് നടന്നത് നമുക്ക് എല്ലാവർക്കും അതാണല്ലോ അറിയേണ്ടത്. അപ്പൊ മാർക്കറ്റ് രാവിലെ വരുമ്പോൾ തന്നെ കാണാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ട്രെൻഡ് എടുത്ത് നിഫ്റ്റി നോക്കാറുണ്ട്. നിഫ്റ്റി ഒരു അണ്ടർലൈൻ ഒരു ഇൻഡിക്കേറ്റർ മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് PDHകൾ പ്രീവിയസ് ഡേ ലോകളൊക്കെ ബ്രേക്ക് ചെയ്ത് വരികയാണ്. അപ്പൊ ഓപ്ഷൻസിന്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഒരു സ്വഭാവമാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു ലെവലാണിത്. ഈ ലെവൽ എവിടെ നിന്നാണ് മാർക്ക് ചെയ്തതെന്ന് ഞാൻ ഇപ്പൊ നിങ്ങളെ കാണിച്ചു. ആ ലെവൽ തന്നെയാണിത്. അപ്പൊ ആ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ഒരു ബയേഴ്സിന്റെ സാന്നിധ്യം അവിടെ കാണിക്കും. അപ്പൊ ഓൾറെഡി അവിടുന്ന് ഒരു രണ്ടാമതൊരു ബൈങ് നടന്നിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ തവണയാണ് ആ ഒരു ലൊക്കേഷനിലേക്ക് വരുന്നത്. അപ്പൊ ഒന്നെങ്കിൽ ആ ലൊക്കേഷനിലേക്ക് വന്ന് ബൈ എടുത്തു, എന്ത് സംഭവിക്കേണ്ടത്, ഇവിടെ വീണ്ടും പുതിയൊരു റാലി നടന്ന് ക്യാരക്ടർ ചേഞ്ച് സംഭവിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകണം. അപ്പൊ നമുക്ക് അവിടെ ഒരു മിനിമം പ്രോഫിറ്റ് ഒക്കെ നമുക്ക് എടുക്കാം. അപ്പൊ ഇന്നും ഞാനും അവിടെ നിന്ന് ഒരു മിനിമം പ്രോഫിറ്റ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇതിലും വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്, നമുക്ക് ആ ലെവലിനെ താഴേക്ക് ബ്രേക്ക് ചെയ്താൽ നമുക്ക് എന്താണ് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റ് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ ലെവലിനെ ഇത് 5 മിനിറ്റ്സിന്റെ ടൈം ഫ്രെയിം ആണ്. 5 മിനിറ്റിന്റെ ക്യാൻഡിൽ എന്താണ് 10:55 ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ട് തന്നെ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലെവലിൽ നല്ല രീതിയിൽ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ 1 മിനിറ്റിന്റെ ക്യാൻഡിൽ നോക്കാം. 1 മിനിറ്റിന്റെ ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ 10:55 ക്യാൻഡിൽ തന്നെ അത് നല്ല രീതിയിൽ അത് ബ്രേക്ക് ചെയ്തു. 5 മിനിറ്റ്സിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ കൺഫർമേഷൻ കിട്ടും. നല്ലൊരു ക്യാൻഡിലുണ്ട് 5 മിനിറ്റ്സിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നെങ്കിൽ അവിടെ ട്രാപ്പിംഗ് ആണോ അല്ലെങ്കിൽ അതിന് വീക്ക്നെസ് ആണോ ഇല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ട്രാപ്പിംഗ് ആണ് എങ്കിൽ ഈ ലെവലിൽ താഴോട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ആ ലെവല് റിക്കവറി ചെയ്യണം. ഇവിടെ റിക്കവറി ചെയ്തിട്ടുണ്ട്. പക്ഷെ റിക്കവറി ചെയ്ത് അത് സക്സസ് ആണെങ്കിൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് പോകണം. അതാണ് സംഭവിക്കേണ്ടിയിരുന്നത് ഇൻ കേസ് ഇവിടെ ട്രാപ്പിംഗ് ആയിരുന്നു എങ്കിൽ. പക്ഷെ വീണ്ടും അത് റിക്കവറി ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു വീക്ക്നെസ് കാണിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു നമ്മൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്തിരുന്ന ലെവലിന് വീക്ക്നെസ് സംഭവിച്ചു. അപ്പൊ ഇനി നമ്മൾ ആ ലെവലിൽ ട്രേഡ് എടുക്കണമെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കേണ്ടത്, ഞാൻ ഈ വരച്ചു വെച്ചതുപോലെ ഇവിടെ പുതിയ ഹൈ, ഇവിടെ ഈ റെസിസ്റ്റൻസിനൊക്കെ നല്ല രീതിയിൽ ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു പുൾ ബാക്ക് വരണം. ആ പുൾ ബാക്കിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു പുൾ ബാക്ക് ഒക്കെ വന്ന് അത് എവിടെ വരെ വരും എന്നാണ് എനിക്കറിയില്ല, നമുക്കത് പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ നമ്മൾ വരച്ച ലൊക്കേഷൻ വരെ ഒരു വീക്ക് ബോർഡ് കൂടിയൊക്കെ വരാം, അല്ലെങ്കിൽ പുൾ ബാക്ക് വന്ന് ഞാൻ സാധാരണ ഈ നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്ക് റീഡ് ചെയ്തിട്ട് ആണ് ട്രേഡ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഫിബിനോച്ചി ടൂളൊക്കെ ഉപയോഗിച്ച് നമുക്ക് അവിടെ ട്രേഡ് എടുക്കാം.
അതാണ് ഒരു ഓപ്പർച്യൂണിറ്റി. പക്ഷെ ഇന്ന് അങ്ങനെ സംഭവിച്ചില്ല. അപ്പൊ നമ്മൾ മനസ്സിൽ ഇവിടെ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം, ഈ ലെവലിന് വീക്ക്നെസ് സംഭവിച്ചു. അപ്പൊ ഈ ലെവല് വീക്ക്നെസ് സംഭവിച്ചു. ആ ലെവൽ എപ്പോഴാണോ ഇനി ഒരു ഓപ്പർച്യൂണിറ്റി മുകളിലേക്ക് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, ആ ലെവലിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. പുട്ടിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. പുട്ടില് പിയില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തൽക്കാലം ഈ ഞാൻ വരച്ചിട്ടിരിക്കുന്ന ലെവലുകളൊക്കെ ഒന്ന് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഒന്ന് കളയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒന്നും പി ഡി എല്ലുകൾ ശക്തമായിട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21 തീയതിയിലെ പി ഡി എല്ല് താഴോട്ട് ബ്രേക്ക് ചെയ്തെങ്കിലും അതെന്ത് സംഭവിച്ചു, അത് അവിടെ റിക്കവർ ചെയ്തു. 24 തീയതി പി ഡി എല്ല് ബ്രേക്ക് ചെയ്ത് നമ്മളെ വീക്ക്നെസ് കാണിച്ചു എങ്കിലും എന്താണ്, ആ 24 തീയതി തന്നെ തൊട്ട് 21 തീയതി ഉണ്ടാക്കിയിരുന്ന പി ഡി എച്ചിനെ ഇവിടെ ശക്തമായിട്ട് ബ്രേക്ക് ചെയ്തു. ലൈക്ക് അപ്പൊ പുട്ടില് അതേസമയം ഒരു ബയേഴ്സിന്റെ സാന്നിധ്യം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൂടി നമ്മൾ അവിടെ മനസ്സിലാക്കും. കോളിൽ ഏകദേശം നമ്മൾ വരച്ചിട്ടുള്ള ലെവലിന് വീക്ക്നെസ് കാണിച്ചു. കോളിന് നമുക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ ഞാൻ ആ പറഞ്ഞതുപോലെ വരച്ച് കാണിച്ചതുപോലെ മാർക്കറ്റ് വർക്ക് ചെയ്യണം. അപ്പൊ അത് സംഭവിക്കാത്ത പക്ഷം നമുക്ക് പുട്ടിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കാമെന്നാണ് നമ്മൾ ഈ സൈഡിലേക്ക് വന്നത്. അങ്ങനെ നോക്കുമ്പോൾ 24 തീയതി 21 തീയതി ഉണ്ടായിരുന്ന പി ഡി എച്ചിനെ പുട്ട് ബ്രേക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് മാർക്കറ്റ് ഉണ്ടായതിനു ശേഷം ഈ ഒരു റെസിസ്റ്റൻസിനെയും മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കിയിരുന്ന ഒരു റെസിസ്റ്റൻസിനെ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാം അല്ലെ. അപ്പൊ അങ്ങനെ ബ്രേക്ക് ചെയ്തു. ആ ഒരു അവിടെ നിന്ന് ഉണ്ടാക്കിയ ഒരു ബൈ മൊമെന്റം, ഒരു റാലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 100 പോയിന്റിന് അടുപ്പിച്ച് 92 പോയിന്റിന് അടുപ്പിച്ച് മാർക്കറ്റ് മൂവ് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഞാൻ സാധാരണ എടുക്കുന്ന ട്രേഡിന്റെ ഒരു കൺഫർമേഷൻ ആണ് എബോവ് 50 പോയിന്റ്സ് അവിടെ നിന്ന് ഒരു മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഒരു കൺഫർമേഷൻ എടുക്കാറുണ്ട്. അങ്ങനെ ഒരു കൺഫർമേഷൻ ഞാൻ അവിടെ നിന്ന് എടുക്കാറുണ്ട്. അപ്പം മാർക്കറ്റ് താഴേക്ക് വന്നു, വീണ്ടും ആ ലൊക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. കാരണം ഓൾറെഡി നമ്മൾ കോളിൽ നോക്കി വെച്ചിരുന്ന ലെവലിന് വീക്ക്നെസ് അവിടെ കാണിച്ചു. അപ്പൊ പുട്ടിൽ നമ്മളൊരു സപ്പോർട്ട് റേഞ്ച് നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു കൺഫർമേഷൻ കോളിൽ നമ്മൾ വരച്ചിരുന്ന ആ ഒരു മേജർ ലോങ് ബാക്കിൽ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ടിന് ബ്രേക്ക് ചെയ്ത് വീക്ക്നെസ് കാണിച്ചു. പിന്നെ രണ്ടാമത്തെ ഒരു കൺഫർമേഷൻ പറയുകയാണെങ്കിൽ പുട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് ബയേഴ്സിന്റെ ഒരു പ്രസൻസ് നമുക്ക് 24 തീയതി മുതൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം വന്ന 25 തീയതി ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ നിന്ന് വീണ്ടും ബൈങ് നടത്തി ഈ ഒരു റെസിസ്റ്റൻസിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു ഒരു 92 പോയിന്റ്സ് ഏകദേശം 100 പോയിന്റ്സിന് അടുപ്പിച്ച് ഒരു ബയേഴ്സിന്റെ ഒരു റാലി അവിടെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പൊ ആ ലൊക്കേഷൻ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഇന്നത്തെ ദിവസം നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും ഇതിന്റെ സിംഗിളോ വരുന്നത് ഏകദേശം 91.20 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏതാണോ ലോവസ്റ്റ് പോയിന്റ് അവിടെ നിന്ന് ഒരു 10 പോയിന്റ് ചാർട്ട് പ്രകാരം 10 പോയിന്റ് അനുസരിച്ച് നമ്മൾ എൻട്രി എടുക്കും. പക്ഷെ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 12 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അതായത് ചാർട്ടിൽ ഇപ്പൊ 91 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻട്രി വരുന്നത് 101 നമ്മുടെ എൻട്രി വരും. ഓക്കെ, അത് റൗണ്ട് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം 100-ലോ 101-ലോ ഒക്കെ നമുക്ക് എൻട്രി അവിടെ പ്ലാൻ ചെയ്യാം. ചാർട്ട് പ്രകാരം 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. പക്ഷെ നമ്മളുടെ ആസ് പെർ സേഫ്റ്റി വെച്ച് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു 12 പോയിന്റ് ഒക്കെ വെച്ചിട്ടാണ് നോർമൽ ഡേയ്സിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നത്. പക്ഷെ ഇന്നത്തെ ദിവസം അങ്ങനെ നമ്മൾ ട്രേഡ് എടുക്കാൻ പാടില്ല. ഇന്നത്തെ ദിവസം നമ്മൾ ട്രേഡ് എടുക്കേണ്ട രീതി, ഞാൻ 100 രൂപ പ്രൈസിൽ ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ സ്റ്റോപ്പ് ലോസ് ഒരു 20 പോയിന്റ് അല്ലെങ്കിൽ ഒരു 15 പോയിന്റ് എങ്കിലും മിനിമം നമ്മളവിടെ കീപ്പ് ചെയ്യണം. എന്നിട്ട് മാത്രമേ ഈ ട്രേഡ് നമ്മൾ എടുക്കൂ. പരാപരം 12 പോയിന്റ് ഒക്കെ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് അനുസരിച്ച് നമ്മൾ ഇവിടെ ട്രേഡ് എടുക്കരുത്. ഒരു 20 പോയിന്റ് എങ്കിലും മെയിൻറ്റെയിൻ ചെയ്തിട്ടേ ഇവിടുന്ന് ട്രേഡ് എടുക്കാവുള്ളൂ. കാരണം മന്ത്ലി എക്സ്പയറി ആണ്, ട്രാപ്പിംഗ് നടക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. നമുക്ക് അങ്ങനെ ഇന്നൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഏകദേശം 20 പോയിന്റ് അടുപ്പിച്ച് അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് അതിന്റെ തനി സ്വഭാവം ഇവിടെ കാണിച്ചു. ഇവിടെ നിന്ന് വേണമെങ്കിൽ ഞാൻ സാധാരണ ഇവിടെ നിന്ന് ഞാൻ ഫുള്ളിലോട്ട് എടുത്തലോട്ട് ഫുള്ള് ഞാൻ ഇവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങുകയാണ് ചെയ്തത്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഒരു സപ്പോർട്ട് റേഞ്ച് കാണുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ പ്രൈസ് റേഞ്ച് അല്ല. പക്ഷെ ഇന്ന് മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് ആ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് പ്രൈസ് കൊണ്ടെത്തിച്ചതിന് ശേഷം വീണ്ടും റാലി കൊടുക്കാനായിട്ട് സാധ്യതയുണ്ട്.
അതുകൊണ്ടാണ് അവിടേക്ക് വരാതിരിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മൊമെന്റ് ഇവിടെ ക്യാച്ച് ചെയ്തു ഞാൻ എന്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അവിടെ നിന്ന് മാറിയത്. അപ്പം ആ ലെവലിലേക്ക് മാർക്കറ്റ് വന്നില്ല. പക്ഷെ എന്താണ് സംഭവിച്ചത്? മാർക്കറ്റ് അതിന്റെ തനി സ്വഭാവം എന്ന് കാണിച്ചു. ഈ ഒരു ലെവലിനെ താഴോട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം അത് തിരിച്ച് റിക്കവർ ചെയ്ത് ഇത്രയും പോയിന്റ് മാർക്കറ്റ് അവിടെ കൊടുത്തു. ഓക്കെ, അപ്പം എന്റെ ഒരു രീതിക്ക് അനുസരിച്ച് ഈ ഒരു എല്ലാ റാലിയും നമുക്കത് എല്ലാ മൊമെന്റവും നമുക്ക് എൻകാഷ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം എന്റെ ഒരു ട്രേഡിംഗ് രീതി സ്റ്റൈൽ അനുസരിച്ച് ഒരു ദിവസം ഒരു മിനിമം പോയിന്റ് മാർക്കറ്റിൽ നിന്നും വിൽക്ക് ചെയ്ത് മാറുക, അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ മിനിമം ലോസ് മാർക്കറ്റിൽ നിന്നും വിൽക്ക് ചെയ്ത് മാറുക എന്നുള്ളത്. അല്ലാതെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന എല്ലാ മൊമെന്റവും എല്ലാ റാലിയും എൻകാഷ് ചെയ്യാനായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം, ഉണ്ടാകാതിരിക്കുക. പക്ഷെ നമ്മൾ അതിൽ പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ട്രേഡ് സെറ്റപ്പിനനുസരിച്ച്. നമുക്കൊരു ട്രേഡ് വരുമ്പോൾ അവിടെ നമ്മൾ എത്ര പോയിന്റ് ആണോ മാർക്കറ്റിൽ നിന്ന് ഡെയിലി ബുക്ക് ചെയ്യുന്നത് അത് ബുക്ക് ചെയ്യുക, മാറുക. അതാണ് എൻ്റെ ഒരു രീതി. അപ്പം ഇന്നത്തെ ട്രേഡ് എക്സ്പ്ലനേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. സപ്പോർട്ട് ചെയ്യുക. ഇത് ലൈവ് മാർക്കറ്റിൽ ഞാൻ ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ട്രേഡ് എങ്ങനെയാണ് എടുത്തത് എന്നുള്ളത്. അതുകൂടി ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.